മണിപ്പൂർ കലാപത്തിനിടെ കൂട്ടബലാത്സംഗത്തിനിരയായ യുവതി മരിച്ചു. പരിക്കുകളെ തുടർന്ന് ദീർഘകാലം ചികിത്സയിലായിരുന്ന 20 വയസ്സുകാരിയാണ് മരിച്ചത്. കുക്കി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ മെയ്തേയ് വിഭാഗത്തിലുള്ളവർ ക്രൂരപീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനടക്കം ഇടപെട്ട കേസിൽ യുവതിക്ക് നീതി കിട്ടിയിരുന്നില്ല. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സജു, 2 വർഷത്തോളമായി യുവതി ചികിത്സയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരുന്നു മരണം സ്ഥിരീകരിച്ചത്? അനീഷ, ഈ മാസം 10-ാം തീയതിയായിരുന്നു മരിച്ചത്. അതിന്റെ വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് രാവിലെയോട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. 2023 മെയ്യിലായിരുന്നു കുക്കി വിഭാഗത്തിൽപ്പെട്ട 20 വയസ്സുകാരിയെ 3 മെയ്തേയ് വിഭാഗക്കാർ ചുരാചന്ദ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ചത്. ഇത് മാധ്യമങ്ങളടക്കം ഈ പെൺകുട്ടി ഇത് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ വീഡിയോകളടക്കം പുറത്തു വന്നിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായിട്ടുള്ള സംഭവമായിരുന്നു. അതിനെ തുടർന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ ഇടപെടുകയും നടുക്കം രേഖപ്പെടുത്തുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഇതിൽ പ്രതികളായിട്ടുള്ള യുവാക്കളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതടക്കം വലിയ വിമർശനങ്ങൾ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മെയ്തേയ് വിഭാഗത്തിലെ സർക്കാരിനെതിരെ വലിയ തോതിൽ ഉണ്ടായ ഒരു സംഭവമാണിത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി 10-ാം തീയതിയാണ്. ഇപ്പോൾ ഏകദേശം 6-7 ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ജനവികാരം ഇളക്കിവിട്ട ഒരു സംഭവമായിരുന്നു. കുക്കി വിഭാഗത്തിൽപ്പെട്ട 20 വയസ്സുകാരി, ഒരു വിദ്യാർത്ഥിനി കൂടിയായ യുവതിയെ അതിക്രൂരമായി ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെയും അതിജീവിച്ചുകൊണ്ടാണ് വീണ്ടും അവിടെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പ്രശ്ന സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോഴും അവിടുത്തെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. അതിനുശേഷവും പെൺകുട്ടികളെ നഗ്നരാക്കി പീഡിപ്പിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്തു നമ്മൾ കണ്ടത്. എന്തായാലും മണിപ്പൂർ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു മരണം കൂടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തോളമായിട്ട് മണിപ്പൂർ സംഘർഷത്തിന്റെ അലവുകൾ ഇപ്പോഴും മണിപ്പൂരിന്റെ പല മേഖലകളിലും നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ 20 വയസ്സുകാരിയുടെ ബലാത്സംഗത്തിനിരയായി, അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി പെൺകുട്ടി കഴിഞ്ഞ 2 വർഷങ്ങളായി ചികിത്സയിലായിരുന്നു. എന്തായാലും മെയ്യിൽ ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് ജൂലൈയിലായിരുന്നു പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായത്. അതിനെതിരെ പോലും വലിയ തോതിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ പോലും വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ട് ഒരു സംഭവം. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് 10-ാം തീയതി, ജനുവരി 10-ാം തീയതിയായിരുന്നു ഈ പെൺകുട്ടി മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളും കൂടെ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്. അനീഷ. സജു, 2023 പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം സംഭവം നടന്ന 1 മാസത്തിന് ശേഷമാണ് കേസെടുക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഇടപെട്ടു. പക്ഷേ പെൺകുട്ടി 2 വർഷത്തിന് ശേഷം മരണത്തിന് കീഴടങ്ങുന്നു. പക്ഷേ പ്രതികളെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ ഇടപെടൽ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ കാര്യക്ഷമമാകുന്നില്ല എന്ന ചോദ്യം കൂടി പ്രസക്തമല്ല. പ്രത്യേകിച്ച് മണിപ്പൂർ കലാപത്തിന്റെ അലയൊടികൾ ഇപ്പോഴും മണിപ്പൂരിന്റെ പല ഭാഗത്തും ഇപ്പോഴും ഉണ്ട്. അനീഷ, അങ്ങനെ തന്നെയാണ്. ആ ഒരു ചോദ്യമാണ് ഇപ്പോഴും മണിപ്പൂരിലെ ജനത സർക്കാരിനോട് ചോദിക്കുന്നത്. നമുക്കറിയാം, മണിപ്പൂരിലെ സർക്കാരിനെ, ബിരൻ സിംഗ് സർക്കാരിനെ പിരിച്ചുവിട്ടതിനു ശേഷം അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതിനൊക്കെയും പിടിച്ചു നിർത്താൻ, അതായത് അവിടുത്തെ ഒരു സംഘർഷം പിടിച്ചു നിൽക്കാനായെങ്കിൽ പോലും നിരവധിയായിട്ടുള്ള സ്ത്രീകൾക്കാണ് അവരുടെ മാനം നഷ്ടമായത്. അവർ അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയായത്. കുഞ്ഞുങ്ങളടക്കമുള്ളവർ ലൈംഗിക പീഡനത്തിന് ഇരയായത്. അതായത് 2 വിഭാഗക്കാർ തമ്മിലുള്ള ഒരു ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ ഒരു ആഭ്യന്തര കലാപം വലിയ തോതിൽ മനുഷ്യർ തന്നെ കാർന്നു നിന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു സാമൂഹിക സംഘർഷത്തിലേക്ക് മണിപ്പൂർ കലാപം വഴിവെച്ചിരുന്നു. അപ്പോഴും BJP സർക്കാർ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുന്നു? പ്രത്യേകിച്ച് നിരവധി മനുഷ്യർക്ക് ജീവൻ നഷ്ടമായി, അവരുടെ വീടും സ്ഥലവും പുരയിടങ്ങളും നഷ്ടമായി, നിരവധി ആരാധനാലയങ്ങൾ കത്തിച്ചു. അത്തരത്തിൽ വലിയ തോതിൽ സാമൂഹ്യ അന്തരീക്ഷം തകർന്ന ഒരു സംഭവമാണ് മണിപ്പൂരിൽ ഉണ്ടായത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് സർക്കാരുകൾ ഇടപെടാത്തതെന്നുള്ള ചോദ്യം ഇപ്പോഴും തുടരുകയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ 3 പ്രതികളാണ്. പെൺകുട്ടി പ്രത്യേകിച്ച് ഹിന്ദി, ഇംഗ്ലീഷ് മാധ്യമങ്ങളോട് പെൺകുട്ടി തന്നെ അഭിമുഖം നൽകുന്ന വാർത്തകളൊക്കെയും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വീഡിയോകളും പുറത്തു വന്നു. അതിൽ ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടി അബോധാവസ്ഥയിലായ പെൺകുട്ടി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിൽ പോലും യാതൊരു നടപടിയും ഇവർക്കെതിരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവർ അവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഇപ്പോഴും പ്രതിഷേധം ഉണ്ടാവുകയാണ്. അതായത് ഇവരെ അറസ്റ്റ് ചെയ്യണം, ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് വലിയ തോതിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ
ഇന്ത്യയുടെ പല ഭാഗത്തും വീണ്ടും ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു കോൺഗ്രസ് MLAയുടെ പ്രതികരണം കണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്ന് ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും പറയുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് അപലപനീയമാണ്. അത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെയാണ് സാമൂഹ്യമായിട്ടുള്ള എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പോരാടേണ്ടതെന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനീഷ. യെസ്, മണിപ്പൂരിലാണ് 2 വർഷം മുമ്പ് കലാപത്തിനിടെ പീഡനത്തിനിരയായ യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 7 ദിവസം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. പക്ഷേ വാർത്ത ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. അക്കാര്യമാണ് സജു തോമസ് പറഞ്ഞത്.